പ്രിയമുള്ളവരെ, എൻ്റെ സഹോദരി എന്നതിലുപരി ദിവികാരുണ്യ ആരാധനാ സഭയിലെ ഒരംഗമെന്നുള്ള നിലയിൽ സന്യാസ ജീവിതത്തിൻ്റെ നല്ലൊരു മാതൃക കാഴ്ചവെച്ച ആളാണ് സിസ്റ്റർ ചെറുപുഷ്പം. സിസ്റ്റർ ചെറുപുഷ്പത്തിൻ്റെ സഹോദരൻ എന്നുള്ള നിലയിലും ചെറുപുഷ്പത്തിൻ്റെ ഒത്തിരിയേറെ നല്ല മാതൃകകൾ എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ സഹോദരന്മാർ 3 പേരാണ് പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ദൈവം വിളിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾക്ക് 3 പേർക്കും പ്രാർത്ഥനാ സഹായവും മറ്റു വിധത്തിലുള്ള എല്ലാവിധ നല്ല മാതൃകകളും ഉപദേശങ്ങളും നൽകി സഹായിച്ചിരുന്ന സഹോദരിയാണ് സിസ്റ്റർ ചെറുപുഷ്പം. അധ്യാപന ശുശ്രൂഷയിലൂടെ അനേകം കുട്ടികൾക്ക് ഭാവി നിർണയിച്ചു കൊടുത്ത ഒരു സന്യാസിനി. അതുപോലെ തന്നെ സഭാജീവിതത്തിൽ വളരെയേറെ സഹകരിച്ച ഒരു സഹോദരി. എല്ലാവിധത്തിലും മറ്റുള്ളവർക്ക് സന്തോഷം ജനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചവൾ. സഹസന്യാസിനികൾക്കും അതുപോലെ തന്നെ തൻ്റെ ശുശ്രൂഷ സ്വീകരിച്ചവർക്കുമെല്ലാം സിസ്റ്റർ ചെറുപുഷ്പം എപ്പോഴും ആദരണീയ ആയിരുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ സഹോദരൻ എന്നുള്ള നിലയിൽ കൂടുതൽ സിസ്റ്റർ ചെറുപുഷ്പത്തിനെക്കുറിച്ച് പറയുന്നില്ല. എന്നുവരികിലും ഇതുപോലെയുള്ള സന്യാസ ജീവിതത്തിൻ്റെ മാതൃകകൾ നമുക്കിന്ന് ലോകത്തിൽ വളരെയേറെ ആവശ്യമുണ്ട്. അതുകൊണ്ട് സന്യാസ വിളികൾ സ്വീകരിച്ച് നമ്മുടെ കുഞ്ഞ് സഹോദരികൾ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും ശുശ്രൂഷ ചെയ്യാൻ മുന്നോട്ട് വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മുടെ സഭയെയും സമൂഹത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിനും അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.